ഈ അടിയിൽ കാണുന്നവനെ നമ്മൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം, എന്നിട്ട് ബാക്കി പറയാം. ഒരു മുനിസിപ്പാലിറ്റിയുടെ കയ്യിൽ നിന്ന് റെമുനറേഷൻ മേടിക്കാണ്ട് ഇത്ര റിസ്ക് എടുത്തിട്ട് കാര്യം ചെയ്താൽ 10 സിലിണ്ടർ ബീച്ചിന്റെ സൈഡിൽ കളക്ട് നല്ല കാര്യം നിങ്ങൾ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ചോദിച്ചത് ഇതിന്റെ ഉപയോഗിക്കുന്ന സിലിണ്ടറാണ്, നമുക്ക് എങ്ങനെ അറിയാൻ? കാരണം നമ്മൾ ജസ്റ്റ് കളക്ട് ചെയ്യുന്നത് മാത്രം, അത് ഉപയോഗിക്കുന്നവർക്ക് അറിയത്തുള്ളൂ അതിന്റെ ഉപയോഗിക്കുന്ന സിലിണ്ടറാണ്. ഏജ് തേങ്ങ കിട്ടുന്ന ബീച്ചോട് നമ്മൾ സിലിണ്ടർ സ്പോട്ട് ആയിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും വിട്ടമുള്ള കണ്ടിട്ട് മൊത്തത്തിൽ ഡ്രൈവ് ഔട്ട്. എന്നാൽ നമ്മൾ ഇറങ്ങിയ കാര്യം ഫുൾ ചെയ്യാൻ വേണ്ടി മൊത്തം നമ്മൾ എഫോർട്ടും ഫോക്കസ് എടുത്തിട്ടാണ് നമ്മൾ ഓരോ സിലിണ്ടർ മണ്ണ് അടിയും ജയിലിൽ നോക്കുക ഇറക്കി എടുത്ത് കറക്റ്റ് കണ്ണി ചെയ്ത് കൊണ്ട് കൊടുക്കുന്നത്. ഞങ്ങൾ എവിടെ ക്ലീൻ ചെയ്ത് എന്തൊക്കെ ക്ലീൻ ചെയ്ത് എത്രത്തോളം സിലിണ്ടർ കളക്ട് ചെയ്ത് പോകാൻ അവർക്ക് സ്നേഹിച്ചു. ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയ പേജിൽ നോക്കി കഴിഞ്ഞാൽ എക്സാക്ട് തെളിവ് അടക്കം കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ നോക്കാൻ നോക്കുന്നത്. കാരണം ഏത് സൈഡിൽ നമുക്ക് എങ്ങനെയൊന്നും വയ്യ അതിനൊന്നും ഇടപെടാൻ സമയം നമ്മൾ ക്ലീനപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നല്ല വിഷയം. പിന്നെ ആകെ ഒരു പ്രശ്നം മാത്രമേ ഇനി ഒരുപാട് ക്ലീനപ്പ് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഇറങ്ങിയിരിക്കുമ്പോഴേക്കും അത് ബിസിനസ് സൈഡ് ആയിക്കോട്ടെ കളിക്കുന്ന സൈഡ് ആയിക്കോട്ടെ അറ്റാക്ക് മാക്സിമം കുറച്ചിട്ട് സപ്പോർട്ട് വന്നില്ല മാക്സിമം തടയാണ്ട് ഉപയോഗിക്കേണ്ടിരുന്നു. പിന്നെ അവൻ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ എടാ നീയൊക്കെ പിന്നെ എന്തിനാണ് ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആരും ഉപദ്രവിക്കാൻ വരില്ല. ഇനിയിപ്പോൾ അവർ ചോദിച്ച പോലെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ നീ തന്നെ കൊണ്ടുവന്നിട്ട് നീ തന്നെ വെറുക്കായിരിക്കും ചിലപ്പോൾ ആ സാധനങ്ങളൊക്കെ. അതുകൊണ്ടാണ് അവർ എന്നോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവും. നീയൊക്കെ ഉണ്ടല്ലോ ഈ പച്ച പ്രസൻറ്റേജ് തേങ്ങ മാങ്ങാന്ന് പറഞ്ഞിട്ട് നടക്കണം. നിന്നെയൊക്കെ ഉണ്ടല്ലോ ഒന്ന് പറയുന്നില്ല, നിന്നൊക്കെ കൊല്ലുമ്പോൾ കൂടി നീയൊക്കെ മരിച്ച് മണ്ണടിയുമ്പോൾ ഉണ്ടല്ലോ നിന്നൊക്കെ സാനിറ്റൈസർ വെച്ച് കുളിപ്പിച്ചിട്ട് വേണമായിരിക്കില്ല നിന്നൊക്കെ കത്തിക്കാൻ. ഇപ്പം നീയൊക്കെ അതേ പറയാൻ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം നീ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവിടെ. അങ്ങനെയാണ് ഈ ചോറുണ്ണുമ്പോൾ കൈ കഴുകണം, പിന്നെ അതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. എന്ത് സാധനം വാങ്ങിയാലും ബില്ല് തൊട്ട് കൈ കഴുകണം, പിന്നെ ചാലി തൊട്ടാൽ കൈ കഴുകണം, അതൊക്കെ കുറേ നമുക്കറിയാം. പിന്നെ ഈ ബില്ല് തൊട്ട് കൈ കഴുകുക, ഡ്രസ്സ് തൊട്ടാൽ കൈ കഴുകുക, ഈ പരിപാടികളൊക്കെ നീ ഉണ്ടല്ലോ നീയൊക്കെ പോയി നല്ല സാനിറ്റൈസറിൽ മുങ്ങി കടന്നോ സ്ഥിരമായിട്ട്.